ചിങ്ങത്തിലെ ചോതി മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ സമയത്ത് കർപ്പൂര വിളക്ക് തെളിയിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് ഒരു വിശ്വാസമുള്ളത്. അതായത് കൃത്യമായ രീതിയിൽ ചോതി മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കർപ്പൂര വിളക്ക് ഞാൻ പറയുന്ന രീതിയിൽ തെളിയിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, പൊന്നിൻ ചിങ്ങം ആഗതമായിരിക്കുകയാണ്. ഒരുപാട് സവിശേഷതകളുള്ള ഐശ്വര്യങ്ങളുള്ള ഒരു മാസമാണ് ചിങ്ങം എന്ന് പറയുന്നത്. അപ്പോൾ ചിങ്ങത്തിലെ പ്രാധാന്യം തിരുവോണത്തിനാണ്. എന്നാൽ ചോതി തിരുവോണ വിളക്ക് എന്ന് പറയുന്നത് പലർക്കും അത്ര കണ്ടറിയില്ല. അത്തം മുതൽ 10 ദിവസം നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടാത്തവരുണ്ട്. പക്ഷെ ചോതി തിരുവോണ വിളക്ക് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് ദീർഘകാലമായിട്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല കാരണത്തിൽ തടയപ്പെട്ടു പോകുന്നു. അപ്പോൾ നമുക്ക് അർഹതയുണ്ടായിട്ടും തടയപ്പെട്ടു പോകുന്ന ഈ കാര്യങ്ങളെ എങ്ങനെ നമ്മൾ ഈശ്വര കടാക്ഷത്തിലൂടെ നേടിയെടുക്കാം എന്നുള്ളതാണ് ചോതി തിരുവോണ വിളക്ക് കൊണ്ട് ഉള്ള സങ്കല്പം. അപ്പോൾ ഇത് എപ്രകാരമാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ആ ഫലസിദ്ധി നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തിക്കിട്ടുന്നതാണ്. അപ്പോൾ ചോതി തിരുവോണ വിളക്ക് എന്ന പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും, ചോതി തൊട്ട് തിരുവോണം വരെ ചിങ്ങമാസത്തിൽ നടത്തുന്ന വിളക്കാണ്. അപ്പോൾ ചോതി വളരെയധികം പുണ്യങ്ങളുള്ള ഒരു നക്ഷത്രമാണ്. തിരുവോണം അതുപോലെ തന്നെ. ഇതിൻ്റെ ഇടയിൽ വരുന്ന മറ്റു നക്ഷത്രങ്ങളുടെ താരാബലം കൂടി നമുക്ക് പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അഭീഷ്ടങ്ങളെ സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. കർപ്പൂര വിളക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ല. മുന്നേ തന്നെ കർപ്പൂര വിളക്ക് എങ്ങനെ തെളിയിക്കണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ചോതി ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്ത സമയത്താണ് ഈ വിളക്ക് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ്. ബ്രാഹ്മ മുഹൂർത്തം ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഒരു 4:30 മുതൽ 5:20 വരെയുള്ള ഒരു സമയത്തെ നമ്മൾ എടുക്കുക. പുലർച്ചെ 4:30 മുതൽ 5:20 വരെയുള്ള സമയത്തെ നമുക്ക് എടുത്തിട്ട് ആ സമയത്ത് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് 5 തിരിയിട്ട നിലവിളക്കാണ് വേണ്ടത്. അതിൽ ഒഴിക്കേണ്ടത് നല്ലെണ്ണ അഥവാ എള്ളെണ്ണയാണ്. നമ്മുടെ പൂജാമുറിയിലോ നമ്മുടെ ഉമ്മറത്തോ നമ്മൾ എവിടെയാണ് നിലവിളക്ക് തെളിയിക്കുന്നത് അവിടെ നമുക്കിത് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായിട്ട് വന്ന് 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക. കിഴക്കോട്ടാണ് വിളക്ക് തെളിയിക്കേണ്ടത്, പടിഞ്ഞാറ്റോട്ടല്ല, കിഴക്കോട്ടാണ്. സൂര്യനെ സങ്കല്പിച്ചാണ് വിളക്ക് തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട് തെളിയിക്കുക. എന്നിട്ട് നമ്മൾ ഒരു പച്ചക്കർപ്പൂരം, അങ്ങാടിക്കടയിൽ പോയ പച്ചക്കർപ്പൂരം കിട്ടും, അത് മേടിക്കണം. നമ്മൾ അല്ലാതെ അഗ്നി ആരതി ഒഴിയാൻ ഉപയോഗിക്കുന്ന കർപ്പൂരം അല്ല, പച്ചക്കർപ്പൂരം. അത് മേടിച്ചിട്ട് നമ്മൾ രാവിലെ വിളക്ക് തെളിയിച്ച ഉടനെ ഒരു കർപ്പൂരം എടുത്തിട്ട് ഓം ഹ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ഹ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് 8 തവണ ജപിക്കണം. ജപിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം ഏതാണോ നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടാനുള്ളത്, ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയെക്കുറിച്ച്, ഒരു വാഹനം മേടിക്കാനുള്ളതിന് വാഹനം മേടിക്കാൻ, ഒരു മാംഗല്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, രോഗശമനത്തിനായിട്ടാണെങ്കിൽ അങ്ങനെ, എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം അത് നിങ്ങൾ പറഞ്ഞിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക്, ആ വിളക്കിനകത്തേക്ക് ഈ കർപ്പൂരത്തെ ഇടുക. ഇത്രയാണ് അത് ചെയ്യേണ്ടത്. കർപ്പൂരം കത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ ചോദിക്കും ഇനി കരിന്തിരി എരിഞ്ഞ് എണ്ണയിലോട്ട് തീ ഇറങ്ങിയിട്ട് അത് കത്തണം, അങ്ങനെയല്ല. പച്ചക്കർപ്പൂരം അതിനകത്ത് ഇടണം എന്നേ ഉള്ളൂ. അതിൽ എല്ലാ തിരിയിലൂടെ അതിൻ്റെ സാരങ്ങൾ ചെന്ന് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള ചൈതന്യമായിട്ട് അതിൽ ജ്വലിച്ച് ഭഗവത് സന്നിധിയിലേക്ക്, ദേവീ സന്നിധിയിലേക്ക് അത് എത്തിച്ചേരണം. അതിനുള്ള അപ്പോൾ ആ കൃപാകടാക്ഷങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് ഇത് 8 ദിവസം ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഒരാൾ പരീക്ഷ എഴുതാൻ പോകുന്നതേ ഉള്ളൂ, അയാൾ അതിന് തൊട്ട് മുമ്പേ അത് ചെയ്തിട്ട് പരീക്ഷ നടക്കുന്നു, റിസൾട്ട് വരുന്നു. അതിനൊക്കെ താമസം എടുക്കും. ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ കാലതാമസം എടുക്കും. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അർഹത എന്നുള്ളത്. മനുഷ്യൻ്റെ ആവശ്യകതയുണ്ട്, അർഹത എന്ന് പറയുന്ന കാര്യമുണ്ട്.
ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ, അവന് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിനി സിദ്ധി കാര്യങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അമാനുഷികമായിട്ട് ഒരിക്കലും അവന് കിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷെ അർഹതയുള്ള പല കാര്യങ്ങളും തന്നെ നമ്മുടെ ഈശ്വരാധീനമില്ലായ്മ കൊണ്ട്, നമുക്ക് ഇങ്ങനെ തടസ്സങ്ങൾ കൊണ്ട്, ശത്രുദോഷങ്ങൾ കൊണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ സമയദോഷം കൊണ്ട് തടയപ്പെട്ട് കിടക്കും. അതും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അർഹതയില്ലെന്നാണ്. അങ്ങനെയൊന്നുമില്ല. 90% കാര്യങ്ങളും നമുക്ക് അർഹത ഉള്ളതായിരിക്കും. 10% അർഹതയില്ലാത്തത്. ഈ 90% കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പച്ചക്കർപ്പൂരം വെച്ചിട്ടുള്ള ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ചോതി മുതൽ തിരുവോണം വരെയുള്ള ഈ വിളക്ക് തെളിയിക്കലിലൂടെ സാധിക്കുന്നതാണ്. ഈ ഇത്രയും ദിവസം മാത്രം ചെയ്താൽ മതി, കൂടുതൽ ദിവസം ചെയ്യേണ്ടതുമില്ല. അപ്പോൾ എന്തായാലും ശരി, ഇത്തവണത്തെ ചോതി നിങ്ങളെ മിസ്സാക്കരുത്. ഈ ചോതി മുതൽ നിങ്ങൾ ആരംഭിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു വഴികാട്ടിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ടുള്ള സമ്പ്രദായമല്ലേ, ഒരുപാട് പേര് ഇത് ചെയ്തു പോരുന്നത് തന്നെയാണ്. അറിവുള്ളവർ ഒരുപാട് പേര് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും. ഇതിൽ ചില മന്ത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ അതൊന്നും പറയുന്നത് മഹാലക്ഷ്മിയെ മാത്രം സ്തുതിച്ച് ഇടുന്നു. ഈ എല്ലാ ദിവസവും രാവിലെ ചെയ്യണം. പിന്നെ ആഗ്രഹ കാര്യങ്ങളെ പറയുമ്പോൾ ഇന്നൊന്ന് പറഞ്ഞു, നാളെ വേറൊന്ന് പറഞ്ഞു, മറ്റന്നാൾ വേറൊന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ ആകരുത്. എപ്പോഴും ഫോക്കസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സർക്കാർ ജോലി ആണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് പോലീസിലാണ് കയറാനുള്ളതെങ്കിൽ ആ പോലീസ് എന്നുള്ള കാര്യം ചിന്തിക്കണം. ഇപ്പോൾ ഒരു വീടിനെ കുറിച്ച് ഒരാൾ സങ്കല്പിക്കുകയെങ്കിൽ വീട് വേണം. ആദ്യം കാണുന്നത് പുഴക്കരയിലിരിക്കുന്ന ഒരു വീട്, അടുത്ത് ചിന്തിക്കുന്നത് കുന്നുമുകളിലുള്ള ഒരു വീട്, അടുത്ത് ചിന്തിക്കുന്നത് ഒരു പട്ടണത്തിന് നടുവിലുള്ള വീട്. നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്നത് ആ ഒരെണ്ണം തന്നെ ആയിരിക്കണം ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കേണ്ടത്. അല്ല വേറെ വേറെ മാറി മാറി ചിന്തിച്ചു പോകരുത്. അങ്ങനെ ചിന്തയിലുള്ള മാറ്റം തന്നെ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരാധീനം ഇങ്ങനെ കിടന്ന് അലയടിക്കാനും നമുക്കൊടുവിലൊന്നും കിട്ടാതെ പോകുന്നതിന് ഇത് കാരണമാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തയിൽ ആ ലക്ഷ്യബോധം കൃത്യമായി ഉണ്ടാക്കി ഇരിക്കുക. ഒപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്നുള്ള പ്രമാണത്തെ ഒരിക്കലും മറന്നു പോകരുത്, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ ശക്തിയും കഴിവുകളും ഉപയോഗിക്കണം. പക്ഷെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ഉറവ, ആ ഊർജം, നമുക്ക് പോകേണ്ടുന്ന വഴി അതെല്ലാം തുറന്നു കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ ഈ ചിങ്ങമാസത്തെ നിങ്ങളെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഇതിൽ കീഴെ കമൻറ്റ് ചെയ്തോളണം, ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ശ്രദ്ധ RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.